എന്താ ഇത് തുടങ്ങിയ രാവിലെ തന്നെ? ടീച്ചറമ്മ കണ്ടില്ലേ കന്നുകുട്ടീനെ കൊണ്ട് ഓടുന്നത്? അത് കയ്യിന്ന് വീണ ചത്തൂല്ലേ? സാരല്ല, അവൻ കളിച്ചോട്ടെ. കളിച്ചോട്ടേന്നോ? കുട്ടി കളിച്ചോളൂ. അറിയില്ല. ഇന്നെന്താ അല്പം പ്രൗഢമായിട്ട് തന്നെയാണല്ലോ ഒരുക്കം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അല്ല, പുത്തൻ കരാറൊപ്പിച്ച് കമ്പനിക്ക് പ്രീതി കൂട്ടി ഒരു പ്രൊമോഷൻ കൂടി ഒപ്പിച്ചെടുക്കാനാണോന്ന് ചോദിച്ചതാ. ആണെങ്കിൽ വെറുതെ അല്ലല്ലോ പട്ടിക്കാട് വന്ന പെണ്ണിന് ഈ സൗകര്യങ്ങളൊക്കെ. വെറുതെ അല്ല. പണ്ടൊരു പ്രൊമോഷൻ ഒപ്പിക്കാൻ പാർട്ടിയിൽ വന്ന മേലധികാരിയോട് കൊഞ്ചിയും തൊട്ടുരുമയുള്ള വേഷം ഇനിയും അണിയേണ്ടി വരുമോന്നറിയാനാ. ഒന്ന് കൊഞ്ചിയതുകൊണ്ട് നിന്റെ കിന്നരിപ്പല്ല് പൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. തൊട്ടുരുമിയതുകൊണ്ട് നിന്റെ ദേഹം തേഞ്ഞു പോയിട്ടുമില്ല. ഭർത്താക്കന്മാർ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതിലപ്പുറം ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. മതി, കൂടുതൽ വിസ്താരം വേണ്ട. എനിക്കെല്ലാം അറിയാം. ഒന്ന് പെറ്റുപോയല്ലേ, ഇനി നിന്റെ സഹായം വേണ്ടി വരില്ല. ഹലോ മോളെ, അമ്മയാ. അമ്മേ പറയൂ. ഗോപു മോൾക്ക് കൊടുത്തേ, ഒരു വിശേഷം പറയാനാ. എത്ര പ്രാവശ്യമായി വിളിക്കുന്നു. അവള് സ്കൂളിലേക്ക് ഒരുങ്ങിയാണമ്മേ. ഇപ്പൊ ബസ് വരും. നന്ദിനി പശുവിന്റെ കാര്യം പറയാനാ. അവളൊരു മണിക്കുട്ടനെ തന്നു. ഒന്ന് കൊടുക്കും മോളെ, അമ്മ പെട്ടെന്ന് വെച്ചോളാം. അമ്മ വൈകുന്നേരം വിളിക്കമ്മേ, ബസ് വരാറായി. അമ്മയുടെ ഒരു നന്ദിനി പശു. ഓ, അവള് വെച്ചു. പിന്നെ അവളിപ്പോ IAS-നല്ലേ പഠിക്കുന്നത്. താൻ മമ്മൂട്ടിയെ തന്നെ കിട്ടുമെന്ന് നോക്ക്. അത് സാരമില്ല, പുള്ളിക്കാരൻ്റെ ബലം പിടുത്തമൊക്കെ ഞാൻ ലൂസായിക്കോളാം. വേണ്ട വേണ്ട വേണ്ട, മോഹൻലാൽ വേണ്ട. എവിടോ അയാളെ കഴിഞ്ഞ തവണത്തെ കമ്മിറ്റിക്കാർ കൊണ്ടുവന്നതാ. എന്ത്, പൃഥ്വിരാജോ? അയ്യോ വേണ്ട വേണ്ട, അവൻ മറ്റൊരു ശ്രീശാന്താന്നാ കേൾക്കുന്നേ. എടോ, ഈ മമ്മൂട്ടിയുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ടല്ലോ, ജോർജ് എന്ന് പറഞ്ഞ്, അവനെ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത്. ഹലോ ഹലോ, ഛേ, ഇതാണ് ഈ കുന്ത്രാണ്ടത്തിൻ്റെ കുഴപ്പം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. കേരളത്തിലെ ഹർത്താൽ പോലെ എപ്പോഴാ റേഞ്ച് പോണേന്ന് പറയാൻ പറ്റില്ല. ഏത് മമ്മൂട്ടിയപ്പാ? സിനിമാ നടൻ മമ്മൂട്ടിയാ? അല്ല, സർക്കസുകാരൻ മമ്മൂട്ടി. എടി, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഈ കപ്പാവിളി നിർത്തണമെന്ന്. നീ എന്താ അണ്ണാച്ചിയാ? നിനക്കെന്നെ ശുദ്ധ മലയാളത്തിൽ അച്ചാന്ന് വിളിച്ചൂടെ? അമ്മ വിളിച്ചിരുന്നു. എന്നിട്ട്? നന്ദിനിയെ പ്രസവിച്ചു. എന്ത്? സരസ്വതി അമ്മയുടെ മോള് നന്ദിനിക്കോ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമല്ലേ ആയുള്ളൂ? അതല്ല, പിന്നെ വീട്ടിലെ നന്ദിനി പശുവിന്റെ കാര്യ പറഞ്ഞത്. ഓ, അത് ശരി. ഭഗവാനെ, എന്റെ അസോസിയേഷന്റെ പരിപാടികളെല്ലാം കൊളായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, പശു അല്ലേ പെറുന്നത്? അതെ. നിങ്ങളുടെ അസോസിയേഷൻകാരൊന്നും അല്ലല്ലോ. അതല്ലടി കഴുതേ, നന്ദിനി പശുവിന്റെ ആദ്യ കറവയിൽ നിന്ന് കിട്ടിയ പാല് കൊണ്ടുണ്ടാക്കിയ പലഹാരം കൊച്ചുമോക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് തള്ള വലിയ താമസമില്ലാതെ അവിടുന്ന് എഴുന്നള്ളൂ. പിന്നെ പണി എനിക്കാ. ആ, അമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണും. 8 വർഷമായിട്ടും പ്രസവിക്കാത്ത നന്ദിനിയെ അറക്കാൻ കൊടുക്കാൻ പറഞ്ഞതല്ലേ നിങ്ങളൊക്കെ? അത് നിന്റെ അമ്മ അതിന്റെ കയറും പിടിച്ചു വലിച്ച് തട്ടി വീണ് കാലും കൈ ഒടിയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ഇപ്പതേ വേറെ ഒന്നുകൂടി. ആ, ഞാൻ പറയണത് ഫലിക്കണുണ്ടോന്ന് നോക്കൂ. എന്ത്? അമ്മയുടെ കാലൊടിയോന്നോ? ഓ, അതല്ലടി, ടീച്ചറമ്മ ഉടനെ പുറപ്പെട്ടിങ്ങ് എത്തുമെന്ന്. ഓ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തന്നെ ആരും ബുദ്ധിമുട്ടണ്ട. അമ്മമ്മ വന്ന ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം. കയറ്റിയും വിട്ടോളാം. ഓ, അപ്പൊ നീയും ആ പക്ഷത്താ? ഓഫ് ചെയ്തേ ചെന്നിരുന്ന് പഠിക്കടി. എപ്പോ നോക്കിയാലും ലാപ്ടോപ്പുമായിട്ടിരിക്കും. മാഷേ, അന്ന് മക്കളുടെ വാക്കും കേട്ട് ഇവളെ കശാപ്പുകാർക്ക് കൊടുത്തിരുന്നെങ്കിലോ? 1-2 ദിവസം കൂടി കറവ വേണ്ടെന്ന് കാളിയോട് പറഞ്ഞിട്ടുണ്ട്. മണിക്കുട്ടൻ കുടിച്ചോട്ടെ പാല് ഇഷ്ടത്തിന്. പിന്നെ ഞാൻ കുട്ടികളെയൊക്കെ വിളിച്ചോട്ടോ. ആർക്കിത് കേട്ടൊരു സന്തോഷമില്ലേ മാഷേ? ഇനി 2നെയും കൂടി വലിച്ചു നടന്നിട്ട് ഞാൻ കയ്യും കാലും ഓടിക്കുമെന്നാ എല്ലാവരുടെ ആധി. കൊച്ചുമക്കളെ ഫോണിൽ കൂടി ഒന്ന് കിട്ടില്ലാച്ചാലോ? എന്താ സങ്കടം ഓർത്തേ മാഷേ. എല്ലാവർക്കും പഠിപ്പിന്റെ തിരക്ക് തന്നെ. ഒരാൾക്ക് ഹോംവർക്ക് ആച്ചാൽ മറ്റൊരാൾക്ക് ട്യൂഷൻ. ഒന്ന് കളിക്കാൻ പോലും വിടണില്ല അവരെ. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ. ശരിക്കും വിഷമിക്കണ്ട് കുട്ടികള്. കഷ്ടമുണ്ട് മാഷേ. അടുത്ത ദിവസം തന്നെ ഞാൻ ചെല്ലുന്നുണ്ട് 3ഇടത്തും. കണക്കിന് കൊടുക്കാം. അപ്പോഴേ ഞാൻ പോട്ടെ മാഷേ. അടുക്കളയിൽ ഒരു വക തീർന്നിട്ടില്ല. ആ, എന്താടി മോളെ, ഇപ്പൊ വിഷമമൊക്കെ മാറിയില്ലേ?
കുട്ടന് ശരിക്കും പാല് കൊടുക്കണം കേട്ടോ. ആ ദേ ഒരു കാര്യം, പഴംപൊരി ഉണ്ടപ്പൊരി എണ്ണുള്ളതാണ് കേട്ടോ. ആ തൂവല്ല ചായ, തുളുമ്പല്ല ചായ, മനുഷ്യന്റെ മാനം കളയല്ല ചായ. എടാ മുണ്ടിൽ കളയല്ലേ. എന്താ അത്? ചായ. അത് മനസ്സിലായി. ഇതാണോ ഒരു ഫുൾ ചായ? അങ്ങനെ ഒരു ഫുൾ ചായ വേണമെങ്കിൽ നിങ്ങൾ കടയിലോട്ട് വന്ന് കുടിക്കണം. ഇവനൊക്കെ നിന്റെ കുറ്റല്ലെന്ന് കണ്ടില്ലേ, ദൈവത്തിന്റെ കുറ്റ. ഈ പണി മുമ്പ് പറ്റിയല്ലെന്ന് അറിയാം. പിന്നെ എന്തേലും ഒരു പണി വേണ്ടേ? പണ്ടേക്ക് ജാതക്ക് പോണൊരു പണി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനാരും വിളിക്കൂല. ഇവന്റെ നാട്ടത്തം കൊണ്ട് ജാത വഴിയാറ്റിണ്ടെന്ന് കരുതി. ടീച്ചറമ്മ. എന്താ ടീച്ചറമ്മേ പാത്രമൊക്കെ ആയിട്ട്? വീട്ടിലെന്താ വിശേഷം? പുണ്യത്തിനാ? ഏയ് അല്ല, നന്ദിനി പശു പ്രസവിച്ചു. അവൾക്ക് ഒരു ഉണ്ണി ഉണ്ടായാൽ ആദ്യ കറവ ഇങ്ങോട്ടെന്ന് നേർച്ചയുണ്ടായിരുന്നു. പണി പറ്റിച്ചോല്ലേ? എന്താ കുട്ടി? ആണ്, നല്ല തുടുതുടുത്തൊരു കുട്ടൻ. ടീച്ചർമ്മയ്ക്ക് ഒരു ചായ, കടുപ്പം കുറച്ച്. ഇപ്പൊ വേണ്ട. അല്ല പയ്യെ പറ്റില്ലേ? എന്നാ നാളെ തൊട്ട് പാൽ നാളെ കൊണ്ട് വിട്ടാലോ? വരട്ടെ പറയാം. കുറെ ദിവസം അവൻ ഇഷ്ടത്തിന് കുടിച്ചോട്ടെ. കുടിച്ചോട്ടെ കുടിച്ചോട്ടെ, ഇഷ്ടം പോലെ കുടിച്ചോട്ടെ. വഴിപാട് വല്ലതും ഉണ്ടോ ടീച്ചറമ്മേ ചീടാക്കാൻ? എല്ലാവരുടെയും പേർക്കേ പുഷ്പാഞ്ജലി. ആ സോനുമോളുടെ പേർക്കേ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. അല്ല മാംഗ്ലൂരുകാർക്ക് എന്താ വിശേഷിച്ച്? അവളുടെ പരീക്ഷ എടുത്തു. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ അമ്പലപ്പടി കയറാനുള്ള യോഗം? ടീച്ചർമ്മ ഉള്ളത് കൊണ്ട് അവർക്ക് ദൈവാധീനം. പോയ മാഷല്ലേ വരുന്നത്. ഇനി ഇവിടെ എന്നാ കുഴപ്പ? സ്കൂളിലേക്ക് പിള്ളേരെ പിടിച്ചു കൊടുക്കാൻ വരിക, ഇല്ലെങ്കിൽ ഡിവിഷൻ പോകുന്നു. ഞാനിത് എവിടെ പോയിട്ടാ പിള്ളേരെ പിടിച്ചു കൊടുക്കണേ? എല്ലാവർക്കും ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം മതി. മാഷ് ചാക്കായിട്ട് വന്നിരിക്കാന്ന് പറയാ കുട്ടികളെ പിടിക്കാൻ. ഒന്നും പറയണ്ട ടീച്ചറമ്മേ, നിങ്ങളുടെ കാലത്താണ് ഈ സമാധാനമായിരുന്നു. ഇത് വർഷാരംഭത്തിൽ പിള്ളേർ ഇവിടുത്തെക്കാരെ കാണുമ്പോഴാണ് ഗവൺമെന്റ് മാഷന്മാരെ കാണുമ്പോൾ ഓരോരുത്തർ വീടിന്റെ വാതിലടക്കുന്നത്. ചിരിക്കണ്ട, ജനിക്കും തൊട്ടൻ മക്കൾ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന് കുഞ്ഞുണ്ണി പറഞ്ഞതുപോലെ സ്ഥിതി. ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ച സകലതും തികഞ്ഞു എല്ലാവരുടെയും ധാരണ. എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സ് ഉള്ളത് ഗവൺമെന്റ് സ്കൂളിലാണെന്നത് ബോധ്യം ആർക്കില്ല എന്നുള്ളതാണ് കഷ്ടം. നെറ്റും സെറ്റും PSC ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് അതിയോഗ്യത ഉള്ളവരാണ് സർക്കാർ സ്കൂളിൽ ഗവൺമെന്റ് നിയമിക്കുന്നത്. അപ്പുറത്തോ വെറും ഡിഗ്രിക്കാര്. അതിനിവിടെ ആർക്കൊരു ഇതുമില്ല. പട്ടണത്തിന്റെ പ്രൗഢിയും പത്രാസും മതിയല്ലോ എല്ലാവർക്കും. മുമ്പൊക്കെ സർക്കാർ സ്കൂളില് സമര പറഞ്ഞിട്ടായിരുന്നു കൊഴിഞ്ഞുപോക്ക്. രാഷ്ട്രീയ നിരോധനം വന്നോടെ ഇപ്പൊ അതുമല്ലല്ലോ. അന്നത്തെ അസ്ഥിക്ക് പകല്ലാത്തവൻ വരെ ഇംഗ്ലീഷ് മീഡിയം ഭ്രമത്തിൽ കടും കള്ളിയായി ലക്ഷങ്ങൾ ഫീസും ഡൊണേഷനും കൊടുത്താൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ സമ്മർദ്ദം മുഴുവൻ കുട്ടികളുടെ തലക്ക്. അവൻ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആവും. പക്ഷെ ഇളം പ്രായത്തിലെ പണക്കണക്ക് മാത്രം കേട്ട് വളർന്നവന് പിന്നെ അങ്ങോട്ട് പണം ഉണ്ടാക്കാനുള്ള മരണം എപ്പോഴാണ്? ഒരു എത്തിക്സും ഉണ്ടാവില്ല. സൊസൈറ്റിയോട് പോയി സ്വന്തം തന്തിയും തള്ളോട് പോലും. മജ്ജയും മാംസവും മാത്രമുള്ള വെറും പണം വാരി യന്ത്രങ്ങൾ. എനിക്കിനി 2 വർഷം കൂടിയേ ഉള്ളൂ. കാത്തിരുന്ന് കാണാം നമ്മുടെ ഭാവി തലമുറയെ. എന്നാ ടീച്ചർമാർ നടന്നോളൂ, നടടക്കണ്ട. അച്ചൂട്ടി, ആ ചോയോടൊന്ന് വരാൻ പറയണം. തേങ്ങയൊക്കെ വീഴാറായി. കുട്ടികളൊക്കെ ഓടി നടക്കണതാണേ. അവനിപ്പോ ഭയങ്കര ഡിമാൻഡാ. ഞാൻ തന്നെ പറഞ്ഞു 2 ആഴ്ചയായി വന്നിട്ടില്ല അവൻ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ തെങ്ങുമ്മ കയറാൻ നാളെ കിട്ടില്ലെന്ന്. ഓരോ കുട്ടികളും പഠിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലാ. മുഴുവൻ ഇപ്പൊ വലിച്ചു തീർത്തിട്ടുണ്ടാവും. ടീച്ചറമ്മ അങ്ങനെ പലതും പറയും എന്ന് കരുതി നീ ഇതങ്ങനെ വലിച്ചു വച്ചിക്കണ്ട. എന്റെ ഈ തള്ളയോട് മല്ലിട്ടിട്ടെ ഈ കാളിത്തള്ളയും ക്ഷീണിച്ചിരിക്കണ. കന്ന് കിടന്ന് പൊളക്കല് കണ്ടില്ലേ? തല്ലി പോറ ഞാൻ പൊളിക്കും. നിപ്പവിടെ അങ്ങോട്ട് മാറി വേണ്ട. എന്നോടാ കളി. ഈ കാളിത്തള്ള ആരാന്ന് കാണിച്ചു തരാം. മെലിഞ്ഞ് ഈ പരുവായി. തടി ഒന്നും ഇങ്ങോട്ട് പോരട്ടെ. ഏറ്റവും കുരുത്തം കെട്ടേറ്റങ്ങള് ഇന്ന് ഞാൻ ശരിയാക്കും. ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ കാലമാടാ. നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. എന്താ അത്?
ടീച്ചറമ്മ കണ്ടോ ഇവന്റെ കുരുത്തക്കേട്? ഈ പഠിച്ചു വാരിയിട്ട മുറ്റ. സാരല്ല, അവൻ സുഖമില്ലാത്ത കുട്ടിയല്ലേ. ഇതിന്റെ പേരാ സൂക്കേടെന്ന്. വെറുതെ അല്ല ദൈവം അവനെ മന്ദബുദ്ധിയാക്കിയത്. കാളി ആ. കേശു ഇങ്ങോട്ട് ഇറങ്ങി വരൂ. ആ സൂക്ഷിച്ച്. സൂക്ഷിച്ചു. പിള്ളക്കുട്ടിയല്ലേ ഇവരെന്നെ ഇതിനെങ്ങനെ വഷളാക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ വാ. എന്താടാ ഇത് നീ കാണിക്കണ കണ്ട് ഈ കുട്ടികൾ മതിൽ കയറി വീണ് വല്ലതും പറ്റിയാലോ? ഇനി ചെയ്യോ? ആ ദാ. എല്ലാവരും കൈ നീട്ടു. ദാ പ്രസാദം. അയ്യോ മതി മതി മതി. മാഷേ, ഈ ആദ്യം എനിക്ക് പിടിക്കാത്തത്. ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ട്രഷറിൽ പോണത്. വർഷം കുറയായില്ലേ. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവിടുത്തെ തിരക്കുകൊണ്ട് കുറച്ച് വൈകിച്ചാലും വേവലാതിപ്പെടേണ്ട. ഞാനൊരു കുഴപ്പം കൂടാതെ ഇങ്ങെത്തും മാഷേ. ഒറ്റയ്ക്കല്ലല്ലോ, കേശുവിനെയും കൂട്ടുന്നുണ്ട്. എന്താ പോരെ? പഴയ കൂട്ടുകാരെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? ഇത്രയും കേട്ടിട്ട് എന്തെങ്കിലും വായ തുറന്ന് പറഞ്ഞൂടെ? അതിലിപ്പോ ഞാൻ അറിയണ്ടേ എന്നോടാ പറയണതെന്ന്? എന്റെ കൂട്ടുകാരോടൊന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ പഠിച്ചേരല് കഴിഞ്ഞ് പോയി കാണും. കാത്തുനിന്ന് ഒടുക്കം കരണ്ടില്ല കാര്യം പറഞ്ഞ് ഇന്ന് നമ്മളെ മടുക്കുമെന്നാ. മാഷേ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല അത്രേ. കറണ്ട് ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ ബാറ്ററി പ്രവർത്തിക്കൂലേ? ഇന്നലെ ചാർജ് ചെയ്ത് കാണൂല. ഇവരൊന്നും ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്ക് കയറിയതല്ലെന്ന് എൻ്റെ സംശയം. അല്ല പിന്നെ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് സ്കൂളിലേക്കുള്ള ശമ്പളം വാങ്ങാൻ ഇതിനകത്ത് കയറാൻ വേണം. ഇത്ര വൈകിട്ടും ദേവകി ടീച്ചറെ കാണാഞ്ഞപ്പോ ഞാൻ കരുതി നന്ദിനി പശു പ്രസവിച്ചു കാണുമെന്ന്. വിശേഷം അതന്നെ രാജമാഷേ. ഇന്നല്ലാന്ന് മാത്രം. കുറച്ചു ദിവസമായി അവൾ നല്ലൊരു മണിക്കൂട്ടിനെ തന്നിട്ട്. അല്ല, നേരത്തെ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ പണി മുടക്കിയില്ലേ? കണ്ടില്ലേ, വന്ന ആൾക്കാരൊക്കെ ഒരേ നിൽപ്പാ. അല്ല, ഊട്ടിന് പോരാൻ എവിടുന്ന് കിട്ടി ഇയാളെ? ഇന്ന് മരത്തിന് മുകളിൽ കയറി ആ കാളിയെ കലിയടിപ്പിക്കലായിരുന്നു രാവിലെ തന്നെ. നേരെ കയ്യോടെ കൂട്ടി. എങ്ങോട്ടായാലും തനിച്ചു പോകുന്നത് മൂപ്പർക്കിഷ്ടല്ല. മാഷിനെ പെൻഷൻ ദിവസം എടുക്കാറാകുമ്പോഴേക്കും തുടങ്ങിയായി ആദ്യം എടുക്കല്. ഓ, അപ്പോ ഇന്നും സമ്മതം കിട്ടിയിട്ട് തന്നെയാണോ പുറപ്പെട്ടത്? അല്ലാതെ പിന്നെ പഴയ കൂട്ടുകാരോടൊക്കെ അന്വേഷണം പറയാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ഥലം മാറ്റം കിട്ടി പോകുമ്പോ എന്റെ സങ്കടം കണ്ട് മാഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമിയുടെ ഏതറ്റത്തേക്ക് പോയാലും ഒടുക്കം തിരക്കൊഴിഞ്ഞ് പെൻഷൻ പറ്റാൻ ഈ മുറ്റത്തെത്തുമ്പം കാണാമെന്ന്. വ്യത്യസ്ത അനുഭവങ്ങൾ പങ്കിട്ട് എല്ലാം മറന്ന് ചിരിക്കാമെന്ന്. അന്ന് സ്ഥലം മാറി പോയില്ലായിരുന്നെങ്കിൽ തോണി അപകടത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു മാഷോടൊപ്പം. ജീവിതത്തിന് തന്നെ പെൻഷൻ പറ്റാൻ. യേശുവിനിപ്പോ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ടെന്നാ ടീച്ചറമ്മ പറയുന്നത്. ഇവിടെ വെറുതെ നെൽപ്പുറക്കുണ്ടാവില്ല. ഇന്ന് കൂടെ പോന്നതിന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്നാണ് കരാറ്. മാഷേ. ആ, ഇസ്മയിൽ സാറോ? ടീച്ചറെ, ഇസ്മയിൽ സാറ് തലശ്ശേരി DU ആയിരുന്നു. ദേവകി ടീച്ചർ. പദവിയുടെ വലുപ്പച്ചെറുപ്പൊക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പൊ എല്ലാവരും തുല്യരായി ഒരേ ക്യൂവിൽ. സർക്കാർ കിഴവന്മാർക്കും കിഴവികൾക്കും ഒരു സഹായം ചെയ്യാൻ പോകുന്നു. ട്രഷറി കയറി ഇറങ്ങി വലയണ്ട, പെൻഷൻ പണം വീട്ടിലെത്തിച്ചോളാന്ന്. മരിച്ച് കുഴിയിലേക്കല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് ചുരുക്കം. മാസത്തിൽ ഒരിക്കലുള്ള പടിയിറക്കം മക്കൾക്കും ഇഷ്ടമല്ല. അവരൊക്കെ വലിയ നിലയിലായില്ലേ? നക്കാപ്പിച്ച കാശിനേക്കാൾ കൂടുതൽ അവർ തന്നോളാം, ബാപ്പച്ചി ഇനി പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന്. അവർക്കറിയില്ലല്ലോ സമാന ദുഃഖിതരുടെ ഈ സംഗമത്തിന്റെ സുഖവും നക്കാപ്പിച്ച കൊണ്ട് തരുന്ന ഒരു ധൈര്യവും. അവരുടെയൊക്കെ ഒരു ധാരണ അവരൊന്നും ഒരിക്കലും വയസ്സുന്നവരാവില്ലെന്ന്. നിർത്താൻ മതി കേശവ. അധികം കഴിച്ചാ തൊണ്ട വേദന എടുക്കും. വെയിറ്റർ, ഒരു ഐസ്ക്രീം. യെസ് മാഡം.
കേശവ ശ്ശ്, മിണ്ടരുത്. കേശു എന്താ ഇത്? ഒച്ച വയ്ക്കല്ലേ, മിണ്ടാതിരിക്കെ. ഇപ്പൊ കൊണ്ടുവരും, ഒന്ന് അടങ്ങിയിരിക്കേ. കേശു അടങ്ങിയിരിക്കെ, അടങ്ങിയിരിക്കാൻ. ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കയറൂരി നടക്കുക. മനുഷ്യന് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ക്ഷമിക്കണം, സുഖമില്ലാത്ത കുട്ടിയാ. അത് തന്നെ പറഞ്ഞത്. രോഗികളെ പിടിച്ച് വീട്ടിൽ കിടത്തണം. ഇതുമാതിരിയുള്ള ശല്യങ്ങളെ പിടിച്ച് നാട് നട്ടാൻ ഇറങ്ങലല്ല. നിന്റെ അസുഖം ഞാൻ മാറ്റി തരണം. അയ്യോ, അടിക്കല്ലേ. അയ്യോ, അടിക്കല്ലേ. ടീച്ചറമ്മോ, 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 ടീച്ചറമ്മോ. ടീച്ചറമ്മ പൊറുക്കണം. ഈ നാശത്തിനെ കൊണ്ട് ടീച്ചറമ്മയ്ക്കും പ്രശ്നമായെന്ന് ആ കാളിത്തള്ള പറഞ്ഞ അറിഞ്ഞത്. അതുകൊണ്ട് ടീച്ചറമ്മേവിനെ എങ്ങോട്ടും വിടാതെ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നത്. പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എന്നെ ആരോ വഴക്കു പറഞ്ഞു. കേശുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. കേശു അതിന് പ്രതികരിച്ചു, അത്ര ഉണ്ടായുള്ളൂ. അതിനെല്ലാവരും കൂടി ഈ പാവത്തിനെ തല്ലി ചതക്കായിരുന്നു. കണക്കായി പോയി, എന്റെ കയ്യിൽ നിന്ന് കിട്ടണമായിരുന്നു. അങ്ങനെയാണോ? ടീച്ചറമ്മയെ പറ്റി പറഞ്ഞെങ്കിൽ ഇവന് അതിനായി തല്ലുകൊണ്ട് ചത്താലും വിരോധമില്ല. ഇങ്ങോട്ട് വരൂ കേശു, വാ. കരയല്ലേ, വാ. ആരിനി കേശുവിനെ ഒന്നും പറയില്ല. ഒന്നും പറയാൻ കേശു ഇടവരുത്തില്ല, അല്ലേ? കേശു, കേശു, കേശു.